മലയാള ചലച്ചിത്ര മേഖലയിൽ ലഹരി കേസുകൾ തുടർക്കഥയാവുകയാണ്. പ്രമുഖ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് ലഹരിമാലയിലെ അവസാന ഉദാഹരണം. സംവിധായകനും ഛായാഗ്രഹകനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ എക്സൈസ് സംഘം പിടികൂടിയത് എന്നതും കൂടി ഓർക്കണം. ഇടനിലക്കാരിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയ ഷാരിഖ് മുഹമ്മദും സംവിധായകർക്കൊപ്പം പിടിയിലായിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത ശേഷം 3 പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് അത്രയും പ്രിയപ്പെട്ട സംവിധായകരാണ് രണ്ടുപേരും. അവരാണിപ്പോൾ ലഹരി കേസിൽ അറസ്റ്റിലാകുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇവർ അറസ്റ്റിലായത്? ഇനി തുടർ നടപടികൾ എന്താകും? ഫെഫ്ക നടപടി എടുത്തിട്ടുണ്ട്. സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നുമുള്ള നീക്കങ്ങൾ എങ്ങനെയാകും? സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് മലയാളത്തിലെ പ്രശസ്ത 2 സംവിധായകർ ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലാണ് ഇവർ കഴിഞ്ഞിരുന്ന കൊച്ചി നഗരഹൃദയത്തിൽ തന്നെയുള്ള ഗോശ്രീ പാലത്തിനോട് ചേർന്ന ഗ്രാൻഡ് ബേ എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലെ 506 നമ്പർ ഫ്ലാറ്റിൽ നിന്ന് പിടിയിലാകുന്നത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം വൈദ്യപരിശോധനയും പൂർത്തിയാക്കി. നമുക്കറിയാം, ഇപ്പോൾ തന്നെ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാനയുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. ഈ സിനിമ മാത്രമല്ല, നിരവധി ഉണ്ട പോലുള്ള തല്ലുമാല പോലുള്ള ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസയും സമാനമായി മികച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. ഭീമൻ്റെ വഴിയാണെങ്കിലും തമാശയാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഇവരെയാണ് കൊച്ചിയിലെ നഗരഹൃദയത്തിൽ തന്നെയുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് ലഹരിയുമായിട്ട് പിടിയിലായത്. കഴിഞ്ഞ രാത്രിയിൽ എക്സൈസിന് ലഭിച്ച ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത്. ഈ ഫ്ലാറ്റിൽ എക്സൈസ് സംഘം എത്തുമ്പോൾ ഇവരുടെ കൈവശം ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ കൈയോടെ കൂടി എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഈ സിനിമാ സംഘടനകളുടെ നടപടി, അത് ആത്മാർത്ഥമായ നടപടി ഉണ്ടാകുമോ? ഇപ്പോൾ സിനിമാ സംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് പൊതുസമൂഹത്തിന്റെ ആകെ ഒരു സമ്മർദ്ദത്തിന്റെ കൂടി ഭാഗമാണ്. മാത്രമല്ല, സർക്കാരും പ്രത്യേകമായി സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുമെന്ന് മന്ത്രിമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുമുണ്ട്. ഈ സിനിമാ സംഘടനകളുടെയൊക്കെ ഇടപെടൽ എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണ്? ഈ വിഷയം ആദ്യം ഉയർന്നു വന്ന സമയത്ത് സിനിമാ സംഘടനകൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് സമൂഹത്തിൽ എല്ലായിടത്തും ലഹരി വ്യാപനമുണ്ട്, അതോടൊപ്പം തന്നെ സിനിമയിലുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനെതിരെ എന്ത് നടപടി എടുക്കുമെന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു അവ്യക്തത എപ്പോഴും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ തുടർച്ചയായിട്ട് കേസുകൾ വരുമ്പോൾ അവരും നടപടിയെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. നേരത്തെ ഒരു മേക്കപ്പ് മാനെ കഞ്ചാവുമായിട്ട് പിടികൂടിയിരുന്നു. അപ്പോൾ തന്നെ അയാളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. സമാനമായി തന്നെ ഈ കേസിലും സസ്പെൻഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് സംഘടനാ നേതൃത്വത്തിലുള്ളവർ പറയുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ ഈ 2 സംവിധായകർക്കെതിരെ നടപടിയെടുക്കാൻ ഫെഫ്ക നേതൃത്വം ഡയറക്ടേഴ്സ് യൂണിയന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിട്ടാണ് തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഭാരവാഹികൾ അറിയിക്കുന്നത്.